ആൺകുട്ടി ഉണ്ടാവാൻ എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. ആൺകുട്ടികളുണ്ടാകുന്നതും അതുപോലെ പെൺകുട്ടി ഉണ്ടാകുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ ഖദർ ഖലാ അനുസരിച്ചാണ്. രോഗമുണ്ടാകുന്നതും രോഗം മാറുന്നതും അള്ളാഹുവിൻ്റെ വേണ്ടുക കൊണ്ടാണ്. പക്ഷേ എല്ലാത്തിനും ചില കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മക്കൾ അഥവാ നമ്മെ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. അതിനൊരു കാരണമാണ് ദാമ്പത്യ ജീവിതം, മാതാവാവുക, പിതാവാവുക എന്നുള്ളത്. അതുപോലെ രോഗം തരുന്നവൻ അള്ളാഹുവാണ്. അത് മാറാനുള്ള ചില കാരണങ്ങളാണ് മരുന്നുകൾ കഴിക്കുക, ചികിത്സിക്കുക എന്നുള്ളത്. ആത്മീയമായ ചികിത്സകളും കാണാം, ഭൗതികമായ ചികിത്സകളും നമുക്ക് കാണാം. എന്നാൽ ചില ആളുകൾ പെൺമക്കളെ കൊണ്ട് മാത്രം ആൺകുട്ടി ഉണ്ടാകണം, ഒരാൺകുഞ്ഞിൻ്റെ കുഞ്ഞിക്കാല് കാണണം, ഉസ്താദെ ജനിച്ചത് 5 പെൺമക്കളായി പോയി, അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 എല്ലാം പെൺമക്കളായിപ്പോൾ ആൺകുഞ്ഞ് വേണം, ആൺകുഞ്ഞ് മാത്രമാണുള്ളത്, പെൺകുഞ്ഞ് വേണം, ഇങ്ങനെ പലതും ആഗ്രഹിക്കുന്നവരുണ്ടാകാം. എല്ലാം തരുന്നത് അള്ളാഹുവാണ്. നമ്മൾ കാരണവുമായി ബന്ധപ്പെടുക. എന്നാൽ ആൺകുട്ടി ഉണ്ടാവാൻ, ഒരാൾക്ക് ആൺകുട്ടി ജനിക്കണമെന്നാഗ്രഹിച്ചാൽ അയാൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന ദിക്റുകൾ, ദുആകൾ. അത് കൃത്യമായി കേട്ട്, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. അത് കേട്ട് നിങ്ങളത്തെ അങ്ങനെ തന്നെ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ കേട്ട് പഠിച്ചുകൊണ്ട് ചൊല്ലുകയോ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ആൺകുട്ടി ഉണ്ടാകണമെന്നാഗ്രഹിച്ചാൽ ഭാര്യയുടെ പൊക്കിളിൻ്റെ മേൽ കൈവച്ചുകൊണ്ട് തടവുകയും ഇനി പറയുന്ന ദുആ 3 പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക. ഗർഭമുണ്ടായി 3 മാസത്തിനുള്ളിൽ, 3 മാസത്തിന് മുൻപ് ഇങ്ങനെ ചെയ്യണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭാര്യയുടെ പൊക്കിളിൻ്റെ മേലെ കൈവച്ച് തടവിക്കൊണ്ട് അല്ലാഹുമ്മ ഇൻ കുന്ത ഖലഖത ഖൽഖൻ ഫീ ബത്നി ഹാദിഹിൽ മർഅതി ഫകവ്വിൻഹു ദകറാ വസുമ്മീഹി മുഹമ്മദാ ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. ഈ ദുആ കേൾക്കുക, അങ്ങനെ തന്നെ പഠിക്കുക. ഇത് മഹാനായ സനൂസിയും അതുപോലെ ദൈറബിയും അവരൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇമാം അസുറഖ് ഇത് ശരിയാണെന്ന്, ശരിവെച്ചതും പരീക്ഷിക്കപ്പെട്ട് തെളിഞ്ഞതാണെന്ന് വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. മറ്റൊന്ന്, ഗർഭിണിയായ സ്ത്രീയെ കിബിലയുടെ നേരെ തിരിച്ച് നിർത്തുകയും, ഗർഭിണിയായ സ്ത്രീയെ 3 മാസത്തിന് മുൻപാണ് അവളെ കിബിലയിലേക്ക് തിരിച്ച് നിർത്തുക. എന്നിട്ട് അവളുടെ നെറ്റിയിൽ കൈകൊണ്ട് അടിക്കുക. ആ അടിക്കുകയും അങ്ങനെ അടിച്ചതിന് ശേഷം അല്ലാഹുമ്മ ഖദ് സമ്മൈതുഹു മുഹമ്മദാ, ഇത് രണ്ടാമത്തേതാണ്. അല്ലാഹുമ്മ ഖദ് സമ്മൈതുഹു മുഹമ്മദാ എന്ന് പറയാം. അല്ലാഹുവേ, ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് ഞാൻ നാമകരണം ചെയ്തിരിക്കുന്നു. ഇതിനെ ഇമാം ത്വബ്രസി പറഞ്ഞിട്ടുള്ളതാണ്. പരോപകാരം 198 കാണാം. മറ്റൊന്ന്, സംയോഗം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ പൊക്കിളിൻ്റെ ഭാഗത്ത് കൈവച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്ത് പൂർണ്ണമായും 7 പ്രാവശ്യം ഓതുക. ഇതിനെ ഇമാം തബർസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു. പരോപകാരം 199 ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സംയോഗത്തിന് മുമ്പ് 10 പ്രാവശ്യം യാ മുതകബ്ബിർ യാ മുതകബ്ബിർ യാ മുതകബ്ബിർ എന്ന് ചൊല്ലുക. ഇതിനെ ഇമാം ഷബ്രാവി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഇത് പരോപകാരം 199 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഏകദേശം 90% ആൺകുഞ്ഞായി ജനിക്കാൻ സാധ്യതയുണ്ട്. പല ആളുകളും പരീക്ഷിച്ചു നോക്കിയതും അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കങ്ങനെ പൂർണ്ണമായി പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയും ചെയ്യാം.
ഒന്ന് മാത്രം ചെയ്താലും മതിയാകും. എല്ലാം കൂടി ചെയ്യുക, അതാണ് ഖൈർ. ഈ പറഞ്ഞ രൂപത്തിൽ ഓരോന്നും ചെയ്യാം.